അപ്പം ജബ്രികൾ അവരുടെ ഗെയിമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ഇപ്പം അവരുടെ ഗെയിം പോകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ജാസ്മിൻ പലയിടത്തും ഗബ്രിയെ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് സംബോധന ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസത്തെ അവർ ഭയങ്കരമായിട്ട് ഡിപ്രഷനിൽ പോയി, ഒരാൾ കൺഫ്യൂഷൻ റൂമിൽ പോയി കിടന്നുറങ്ങി, ഒരാൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി, അങ്ങനെയൊക്കെ വല്ലാതെ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അവർ അവസ്ഥകളിലൂടെ പോയി പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നു, അവർ ആക്റ്റീവായി. ഓക്കെ, ഇന്നൊക്കെ അറഞ്ചം പുറഞ്ചും രണ്ടുപേരും കൂടി കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോൾ അവർ എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നമുക്കത് അറിയില്ലല്ലോ. സോ ജാസ്മിൻ ഇടയ്ക്ക് ബ്രോ എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു അതിശയം, എങ്ങനെയാടാ ഇത് ഇപ്പം കണ്ടവനെ അച്ഛാന്ന് വിളിക്കുന്ന ഒരു ഏർപ്പാടിലേക്ക് പോയല്ലോ എന്നുള്ളത്. സോ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് റിവ്യൂ കാര്യങ്ങൾ വേറെ വീഡിയോസ് കുറേ ചാനലുകാരുടെയൊക്കെ കണ്ടു. അതിലെല്ലാം പറയുന്നത് ഇവര് പറഞ്ഞു വെച്ചിട്ട് വന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ തെളിവായിട്ട് 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ജാസ്മിൻ്റെ ലവ് ട്രാക്ക് കൊണ്ട് പറഞ്ഞു വെച്ചിട്ട് വന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ വേറെ ചാനലുകാരുടെ നിന്ന് എനിക്ക് കിട്ടിയത് എന്താണെന്ന് പറഞ്ഞാൽ, ഇവര് വെളിയിൽ നിന്ന് ഓഡീഷനിൽ പോയപ്പോൾ കണ്ടു, പറഞ്ഞു വെച്ചു, ഒരു ടീം എന്ത് പ്രശ്നം വന്നാലും ഒരാൾ ഔട്ടായി വേറൊരാൾ ഒരാൾ ഔട്ടായി പോകുന്നത് വരത്തേക്ക് ആ ബിഗ് ബോസ് വീടിനകത്ത് രണ്ടുപേരും ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയാലും ശരി പോസിറ്റീവ് ആയാലും ശരി ഒറ്റക്കെട്ട്. ആ ഒറ്റക്കെട്ടിൽ എന്തായാലും പോസിറ്റീവിൽ ഹൈപ്പിൽ എന്തായാലും ബിഗ് ബോസ് വീടിനകത്ത് പോകാൻ പറ്റില്ല. പക്ഷേ നെഗറ്റീവ് ആണെങ്കിലും ആ ടോപ്പിൽ പോയി ടൈറ്റിൽ വിൻ ചെയ്യണം. ജാസ്മിൻ തന്നെ ഒരിടത്ത് പറയുന്നത് നമ്മൾ ലൈവിൽ കണ്ടിട്ടുണ്ട്, ഇവരെല്ലാവരും പറഞ്ഞു വിടണം. എന്ത് ചെയ്തിട്ടാണെന്ന് ശരി, ഇവർ കിച്ചണിൽ നിന്നിട്ടാണ് ഇത് പറയുന്നത്. ജാസ്മിൻ അപ്പോൾ പാത്രം കഴുകണം, ഗബ്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇവർ എന്തെങ്കിലും ഇതായിട്ട് ഓരോന്നിലും ഇവർ പുറത്തു പോകണം. പുറത്തു പോയി ലാസ്റ്റ് നമ്മൾ രണ്ടുപേരും മാത്രമായിരിക്കും. ഒരാളുടെ കൈ ലാലേട്ടൻ പിടിക്കും, ഒരാളുടെ കൈ താഴ്ത്തും, ഒരാൾ ടൈറ്റിൽ വിന്നർ, വേറൊരാൾ ഫസ്റ്റ് റണ്ണറും. എന്തായിരിക്കും അതൊന്ന് ഇമാജിൻ ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഒരു ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുന്നുണ്ട്. കാരണം അത് സ്വപ്നം കണ്ടിട്ടാണ് എല്ലാവരും ലാലേട്ടൻ കൈ പിടിച്ച് പോക്കുന്നത്. സ്വപ്നം കണ്ടിട്ട് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. സോ അപ്പോൾ ഇവർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഞാൻ ചാനലുകാരുടെ റിവ്യൂ കണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, അതിൽ പറയുന്നത്, ഇവർ ടൈറ്റിൽ വിന്നറായാൽ, അത് ജാസ്മിൻ ആയാലും ശരി ഗബ്രി ആയാലും ശരി, ഒരാൾ ടൈറ്റിൽ വിന്നറായാൽ 50 ലക്ഷം. ആ 50 ലക്ഷത്തിൽ ഒരാൾക്ക് 25, അടുത്ത ആൾക്ക് 25. ഇത് ഡീൽ. കാരണം ഈ ഒരു ട്രാക്കിൽ പോകുമ്പോൾ ചീത്തപ്പേര് രണ്ടുപേരും കൂടിയാണല്ലോ എരുന്ന് വാങ്ങുന്നത്. അതുപോലെ ഇപ്പൊ നമ്മൾ കണക്ട് ചെയ്തിട്ട് എല്ലാം കൂടി ചിന്തിക്കുമ്പോൾ നമുക്കത് 110% ഉറപ്പിക്കാനായിട്ട് തോന്നുന്നു. കാരണം അഭിഷേക് ശ്രീകുമാർ ഇവർ വൈൽഡ് കാർഡ് വന്നപ്പോഴും ജാസ്മിനുമായിട്ട് സംസാരിക്കുമ്പോൾ ജാസ്മിനും ഗബ്രിയുണ്ട്, നിങ്ങൾ ഒരു കപ്പിൾ പോകുന്ന പോലെ പോകുന്നു, രാത്രിയുള്ള ലൈവൊക്കെ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്ന പ്രേക്ഷകർക്കിടയിൽ എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിനും ഗബ്രിയും പറയുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ഔട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ ട്രാക്കിൽ ഞങ്ങൾ നന്നായിട്ട് കണ്ടന്റിന് വേണ്ടി പലതും വേണമെന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ പ്രണയത്തിലല്ല സ്നേഹത്തിലാണ് എന്ന് രണ്ടുപേരും പറയുന്നത്. നമ്മളെല്ലാവരും ലൈവ് കണ്ടിട്ടുണ്ട്, എപ്പിസോഡ് കണ്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്കത് ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഇവരുടെ വൈൽഡ് കാർഡ് എൻട്രി ദിവസത്തെ അത് നോക്കിയാൽ മതി, കാണും. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിരിക്കുമ്പോൾ ഊണുമേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. സോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവര് കൈന്നിട്ടും ഇവര് കുറച്ചുകൂടി എന്താ പറയുക, ഇങ്ങനെ ചേർന്ന് ഞെരുങ്ങി ഈ സംഭവങ്ങളൊക്കെ പുറത്ത് കാണിച്ചത് പ്രേക്ഷകരെ പറ്റിക്കാനാണ്, അതിലൂടെ വോട്ട് നേടാനാണ്. സോ ഇവർ 50 ലക്ഷത്തിലേക്ക് എത്തണം. അതിനു വേണ്ടിയാണ് ഇവരുടെ കഠിന പ്രയത്നം. എന്ന് വെച്ചാൽ എന്ത് തൊട്ടിത്തരം കാണിച്ചിട്ടാണെങ്കിലും ശരി ഫസ്റ്റ് കിട്ടണം, ടൈറ്റിൽ വിന്നറാകണം. അതുവരെയുള്ള പേയ്മെന്റ് കൊണ്ട് പ്ലസ് കിട്ടുന്നതിൽ രണ്ടുപേർക്കും പാതി. അതുകൊണ്ടാണ് രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുന്നത്. അല്ലെങ്കിൽ ജാസ്മിൻ അച്ഛൻ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞ് ആ ഒരൊറ്റ ദിവസത്തെ കഴിഞ്ഞ് പിറ്റേ ദിവസം നോറ പറഞ്ഞ പോലെ മേക്കപ്പ് വിട്ട് അവള് ലാലാലാന്ന് പാടിക്കൊണ്ട് നടക്കണം. അപ്പൊ ഇവളേക്ക് എന്താണ് അച്ഛനായിട്ട് അച്ഛന്റെ സ്നേഹം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഓപ്പറേഷൻ ആണ് പറഞ്ഞിട്ട് ഇവള് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇവള് അച്ഛൻ എന്ത് സംഭവിച്ചാലും ഇവൾക്കത് പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നോറ അന്നത്തെ വഴക്കിലൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട്. 2 ദിവസം മുൻപ് ഇവർ വെളിയിൽ നിന്ന് ചർച്ച ചെയ്തിട്ടാണ് വന്നത്. ഇതിനെപ്പറ്റി എനിക്കും അറിയാം. കാരണം ഒരാൾ ടൈറ്റിൽ വിന്നറായി കഴിഞ്ഞാൽ 25 ലക്ഷം ഒരാൾക്ക്, 25 ലക്ഷം ഒരാൾക്ക്, അങ്ങനെ ഇവർ ഡീൽ ഉറപ്പിച്ചിട്ട് വന്നിരിക്കണം. അതുകൊണ്ടാണ് ഇവർ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ശരി ഒരാൾക്ക് വിട്ടുകൊടുക്കാതെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. കാരണം ഇവർ ഡൗൺ ആയിട്ടുള്ള സമയത്ത് ഗബ്രി മയങ്ങി വീഴുകയും ജാസ്മിനെ കൺഫ്യൂഷൻ റൂമിൽ വിളിച്ച് കടത്തി ഉറക്കുകയൊക്കെ ചെയ്തല്ലോ ബിഗ് ബോസ്.
സോ ആ സമയത്ത് മറ്റേ നെക്സ്റ്റ് റൂമിൽ ഇരുന്നിട്ട് അടിച്ച ഡയലോഗാണ് ജിൻഡോ. സായും അബി ഉണ്ട്, അവരോടാണ് ഈ പറയുന്നത്. ഇവര് കിട്ടുന്നത് പാതി പാതി പങ്കിട്ടെടുക്കാതെ തീരുമാനിച്ചിട്ട് വന്നാണ് അവര്. അതുകൊണ്ട് എന്ത് തൊട്ടിത്തരും അവരത് കാണിക്കും, ഇതിൽ നിന്ന് പിൻവാങ്ങില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീട്ടിനകത്ത് തന്നെ ഈ ഒരു ചർച്ചയുണ്ട്. അതേപോലെ യമുന റാണി ഒരു ദിവസം ഇതേപോലെ തന്നെ ഋഷി അൻസിബ അവരുടെ റൂം, അവര് നെസ്റ്റിലായിരിക്കുന്ന സമയത്ത് അവരുടെ റൂമിൽ വന്നിട്ട് ജിൻഡോ ഉണ്ട് അവിടെ. അപ്പൊ പറയുന്നുണ്ടായിരുന്നു ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്ന ആ സമയത്ത് ചെന്നൈയിൽ വെച്ചിട്ട് കാരാവാനിൽ ഈ ഒരു സംസാരം കേട്ടിട്ടുണ്ട്. ആളെ കാണുന്നില്ല, പക്ഷെ മാറ്റർ എന്താണെന്ന് പറയുന്നില്ല, അത് ജാസ്മിനാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അവരൊരുപാട് മാറ്ററുകള് ഡീലുകൾ സംസാരിച്ചിട്ട് നമുക്കത് ആള് മാത്രമേ കാണാത്തുള്ളൂ. ഇവിടെ വന്നപ്പോൾ നമുക്ക് ആ സൗണ്ട് കേട്ടപ്പോൾ ആ ആളാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ പുറത്ത് കാര്യം പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആൾ എന്ത് പറഞ്ഞു എന്നുള്ളത് പറയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ സംഭവങ്ങൾ. ഇപ്പൊ നമുക്ക് ഇവര് ലവിന്റെ ഭയങ്കര അങ്ങേയറ്റം പോയി ലാലേട്ടൻ ചോദിച്ചു, പ്രശ്നങ്ങളായി, പിന്നെ കരച്ചിലായി, പിഴിച്ചിലായി, പിന്നെ ബിഗ് ബോസ് മയക്കിടാൻ പറഞ്ഞപ്പോ പൊട്ടിത്തെറിക്കലായി, അട്ടഹസിക്കലായി, പൊട്ടിക്കരച്ചിലായി, അലറലായി. അത് കഴിഞ്ഞ് ഗബ്രി ഒന്ന് മയങ്ങുന്നു, പിന്നെ സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നു. രശ്മിനും കൂടിയിട്ട് ഇവിടെ ഇരുത്തിയ ഈ ബിഗ് ബോസ് വീട്ടിനകത്തുള്ള കണ്ടസ്റ്റന്റുകളോട് ഇരുത്തി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിൽ ഇത്തവണ പിന്നെ വളരെ നന്നായി. സാധാരണ രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സോഫയാണ് ഇട, ഇത്തവണ നീണ്ട ഒരു സോഫ ആയതുകൊണ്ട് നിവർന്ന് മണിക്കൂർ കണക്കിൽ പോയി കിടന്നുറങ്ങി. ഈ ബിഗ് ബോസ് വീട്ടില് എത്രയോ ഷോകളൊക്കെ നടത്തിയാലും 7 ഭാഷയിൽ 58 സീസണാണ് ലാലേട്ടൻ പറഞ്ഞ അന്ന്. അതില് ഈ സീസണില് ഈ മലയാളത്തില് ഈ കഴിഞ്ഞ ദിവസമാണ് തോന്നുന്നു എൻ്റെ അറിവിൽ, ബാക്കി എനിക്ക് അറിയില്ല കേട്ടോ, പല ഭാഷകളിലുണ്ടല്ലോ, കൺഫെഷൻ റൂമിൽ പോയി ഉറങ്ങിക്കിടന്ന വ്യക്തികൾ. അത്രയും ബിഗ് ബോസ് ജാസ്മിനെ പാമ്പർ ചെയ്തിരിക്കുകയാണ്. സോ അങ്ങനെ ഉറങ്ങിക്കിടന്ന് വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, സമരം, എന്തൊക്കെ തന്ത്രങ്ങളാണ് അവർ ഉപയോഗിച്ചത്. വിഷമം ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ അത്രയും അവർ ഉണ്ടാക്കിയതാണ്, ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ആഫ്റ്റർ ഓൾ ഒരു മൈക്ക് റൂൾ ബ്രേക്ക് ചെയ്തതിന് ചോദ്യം ചെയ്തതിനാണ് ജാസ്മിൻ അത്രയും കോലാഹലം ഉണ്ടാക്കിയത്. അപ്പൊ കരുതി കൂട്ടി എന്നും നമുക്ക് പറയാം. നമ്മൾ കാണുന്ന പ്രേക്ഷകര് ഒരുപാട് സിമ്പതിയും സഹതാപവും അവരെ അർഹിക്കുന്നില്ല. എൻ്റെ ഒരു ഇതിൽ അവരെ അർഹിക്കുന്നില്ല. അവർ അത്രയും മറ്റുള്ളവരെ കോർണർ ചെയ്തിട്ടുണ്ട്. സോ ബാക്കിയെല്ലാം അവര് കണ്ടന്റ് കൊടുക്കുന്ന ഗെയിമൊക്കെ എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അവരുടെ ഒരു പകുതി കാര്യങ്ങൾ എനിക്ക് യോജിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എൻ്റെ ഭാഗത്തുനിന്നുള്ള വിമർശനങ്ങൾ വരുന്നത്. സോ അപ്പോൾ ഈ കൺഫ്യൂഷൻ റൂമിൽ നിന്ന് വന്നു, പിന്നെ അത് കഴിഞ്ഞ് അതൊക്കെ പറഞ്ഞ് അവർ സോൾവ് ആയി, അവർ ഫുഡ് കഴിച്ചു, അങ്ങനെ ടാസ്ക് ഒക്കെ ചെയ്തു. പൂർവാധികം ശക്തിയോടുകൂടി ഇപ്പോ കാണുന്നതെല്ലാം എന്താണത്? അവര് എന്താണ് ഡിപ്രഷനിൽ പോയതോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ ഹൗസ് മേറ്റ്സ് പറയുന്നത് ഇവര് കാണിക്കുന്നത് മുഴുവൻ ഡ്രാമയാണെന്ന്. കഴിഞ്ഞ 2 ദിവസം ഇവര് കാണിച്ചത് വെറും ഡ്രാമയാണ്. അതുപോലെ തന്നെയാണ് ഇന്നലെ ഒരു മെലോ ഡ്രാമ ഒരു ടാസ്ക് കൊടുത്തത്, ഇവര് കാണിച്ചതും സംഭവം അത് തന്നെയാണ്. ജാസ്മിൻ ഗബ്രിയും ഇപ്പൊ നമ്മളെ ബിഗ് ബോസ് വീട്ടിലെ ഇന്നത്തെ ദിവസം ഒക്കെ കാണുമ്പോൾ ജാസ്മിൻ എന്തെങ്കിലും പറഞ്ഞാല് ഗബ്രിയോട് ബ്രോ ഇതെന്ത് നിലപാടാണ്? അവിടെ എനിക്ക് അതൊക്കെയാണ് നമുക്ക് സംശയം തോന്നുന്നത്. ഇതും കൂടി കണ്ടതോടുകൂടിയാണ് ഇവരുടെ ഷെയറിങ് ഈ 50 ലക്ഷം കിട്ടിയാൽ ഇവര് പാതി പങ്കിട്ടെടുക്കുക എന്നുള്ളത് എനിക്ക് അത് ഇന്ന് കാണുകയും ചെയ്തപ്പോൾ നിങ്ങളോട് നേരത്തെ അത് ചെയ്യണമെന്ന് വിചാരിച്ചു. എപ്പോഴും അവരെ പറ്റി പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിത് ഒഴിവാക്കിയതാണ്. സോ ഇന്നത്തെ ബ്രോ എന്ത് ബ്രോ ആണ്? ബ്രോയിലർ കോഴിയോ? രണ്ടും കോഴിയാണ്. എനിക്ക് തോന്നുന്നു ഗബ്രി കുറച്ച് നല്ല വ്യക്തിയാണ് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കുറെ നിലപാടുകളൊക്കെ ഗബ്രി നന്നായിട്ട് സംസാരിക്കാനൊക്കെ അറിയാം. ആ കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗബ്രിയെ. അപ്പോ എന്താണ്, പക്ഷെ ഒരു കോഴി പോലെ ഈ ജാസ്മിന്റെ പുറകില് ഇങ്ങനെ പോയി കോഴി പോലെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നതില്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ജാസ്മിൻ പറഞ്ഞത് ബ്രോ എന്ന് പറയുമ്പോൾ നമ്മൾ സഹോദര ബ്രദർ എന്നതല്ലേ നമ്മൾ മീൻ ചെയ്യുന്നത്? അങ്ങനെ തന്നെ അല്ലേ? നിങ്ങൾ തന്നെ പറയൂ, അങ്ങനെയല്ലേ നമ്മൾ സഹോ ഇതൊക്കെയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് ആ സഹോകൾ കാണിക്കുന്ന രീതിയിൽ അല്ല പിന്നെ കാണുന്ന കെട്ടിപ്പിടുത്തങ്ങളും ഇന്ന് തന്നെ എന്താ പറയുക 10 റൂമിലിരുന്ന് കാണിച്ചതൊക്കെ നോക്കുമ്പോൾ രണ്ടിനും തമ്മിൽ ഓപ്പോസിറ്റ് പൊരുത്തമില്ലായ്മയൊക്കെ കാണുന്നു. അപ്പൊ പക്കാ സ്ട്രാറ്റജി എന്തിന് 50 ലക്ഷത്തിന് വേണ്ടിയിട്ട് എന്ത് തൊട്ടിത്തരവും കാണിക്കുന്നുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ എങ്ങനെയാണെങ്കിലും ചീത്തപ്പേര് കിട്ടിയത് കിട്ടി,
എന്തായാലും പറഞ്ഞു, വെളിയിൽ നല്ലതൊന്നുമില്ല, എല്ലാം കേൾക്കുന്നതിന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കേൾക്കാം, അപ്പം നനഞ്ഞു കുളിച്ചിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞ് അവർ പൂർവാധികം ശക്തിയോടുകൂടി പോകുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് ബ്രോ പറഞ്ഞാൽ എനിക്ക് ഇവൻ ബ്രോയാണ് എന്നുള്ളത് പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുക്കുന്ന പോലെ അപ്പം തന്നെ പ്രേക്ഷകർക്ക് കൺഫ്യൂഷനായി. ഇത്ര നാളെ നീ കാണിച്ചത് ഒരു ബ്രോന്റെ അടുത്തുള്ളത് ആരെങ്കിലും ആങ്ങളും പങ്ങളും ഈ ഇതുപോലത്തെ കാണിക്കോ? സഹോദരങ്ങൾ തമ്മിൽ ഇത്തരം തൊട്ടിത്തരം കാണിക്കോ? ഇല്ലല്ലോ. സോ അപ്പം പിന്നെ ഇവിടെ ബ്രോ എന്ന് പറഞ്ഞ് വീണ്ടും പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇത് കേൾക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് ഡേ 39 നിങ്ങൾ കേട്ട് നോക്കൂ. ഡെൻ റൂമിൽ ഇന്ന് ബ്രോ എന്ന് പറയുന്നതും പിന്നെ ഉമ്മ വെക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതൊക്കെ കാണാം. സോ അതൊക്കെ സഹോദരങ്ങൾ തമ്മിൽ അങ്ങനെയാണോ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞോളൂ. ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് വായിക്കുമ്പോൾ ഒരു 50 ലക്ഷത്തിന് വേണ്ടി ടൈറ്റിൽ വിന്നറാകാൻ വേണ്ടി എല്ലാ തൊട്ടിത്തരവും ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അങ്ങനെയാണ് കണക്കാക്കുന്നത്. ഇത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ അഭിപ്രായത്തോട് യോജിക്കാം, വിയോജിപ്പുണ്ടാകാം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ വരട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.